ദിലീപ് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അദ്ദേഹത്തിൽ തന്നെ വ്യക്തത വ്യക്തമല്ലോ, അതല്ലേ ഇരുന്നല്ലോ. എന്നെ അറിയിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതെ, ആ പ്രസ്താവന കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിൻ്റെതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അദ്ദേഹത്തിന്റെ തോന്നലുകൾ പറയുന്നതാണല്ലോ. അതിന്റെ ഭാഗമായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അവരുടെ മുന്നിൽ തെളിവുകളായിട്ട് ചില കാര്യങ്ങൾ വരുന്നു. ആ തെളിവുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളിലേക്ക് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പലരും തെളിവുകളുമായിട്ട് വരുന്നവരാണല്ലോ. അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നത്. മാധ്യമങ്ങൾ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമെങ്കിലും അതിൻ്റെ ഭാഗമായല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാടുകൾ എടുക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരുടെ മുന്നിൽ വരുന്ന തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ എടുക്കുന്നത്. അതേതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയില്ല. വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രോസിക്യൂഷന്റെ കാര്യവും കോടതിയുടെ മുന്നിലുള്ള വാദങ്ങളുടെ കാര്യമൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നതല്ലോ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വന്നാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോൾ കോടതി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കാണണമല്ലോ. അതിനുശേഷമല്ലേ അതിനെപ്പറ്റിയുള്ള വിലയിരുത്തലേക്ക് കടക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുമല്ലാതെ ഈ താങ്കളെയും CPM-നെയും ഈ സംഘപരിവാരമായി ചേർത്ത് കെട്ടിക്കൊണ്ട് വലിയ പ്രചാരണമാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ലീഗ് രാജ്യങ്ങൾ, കോൺഗ്രസ് രാജ്യങ്ങളൊക്കെ ബോധപൂർവം അത്തരത്തിൽ കക്ഷി വിജയം പോലുള്ള പരാമർശങ്ങൾ പോലും വലിയ രീതിയിൽ നടക്കണം. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനടിസ്ഥാനമായി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുജനങ്ങൾ UDF-നെ വലിയ തോതിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി UDF-ൻ്റെ കൂടെയുള്ളവർ തന്നെ വൻതോതിൽ UDF-ൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നില വരുന്നുണ്ട്.